എന്നാൽ ഒരു വീട് പണിയുന്ന സമയത്ത് മലയാളി കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് സാറിന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അതിൽ പ്ലാനിലായിക്കോട്ടെ കാര്യങ്ങൾ അഡീഷണൽ ചെയ്യാറുണ്ട്. കാരണം ഒരിക്കലും ആവശ്യമില്ലാത്ത സ്പേസ് കാര്യങ്ങൾ അവർ ഉപയോഗിക്കാത്ത കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ 2 പേരുണ്ടാവുള്ളൂ, അതിന് വേണ്ടി വലിയൊരു വീട് കാര്യങ്ങൾ വെക്കും. സ്പേസ് കാര്യങ്ങൾ എന്തിനാന്ന് പോലും ആ ഒരു സ്പേസ് എന്തിനാന്ന് പോലും അവർക്ക് അറിയില്ല. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നല്ലൊരു ആർക്കിടെക്റ്റിനെ കാര്യങ്ങൾ കണ്ടതിന് ശേഷം അവർ ഇത് കാര്യങ്ങൾ നോക്കി മാത്രം പ്ലാന് കാര്യങ്ങൾ വരയ്ക്കുക. നല്ല രീതിയിൽ ഒരു ബഡ്ജറ്റിനനുസരിച്ച് നല്ല രീതിയിൽ പ്ലാന് കാര്യങ്ങൾ വരയ്ക്കുക എന്നുള്ളത് ഫസ്റ്റ് ചെയ്യേണ്ടത്. അനാവശ്യമായിട്ടുള്ള ഈ ചിലപ്പം കാണും ചില ബാക്ക് യാർഡൊക്കെ അതെ, കിടക്കുന്ന കാണാം. ഇതൊക്കെ ചെയ്ത് ഇപ്പം തീർത്ത് വരണമെങ്കിൽ ഒരു 10 ലക്ഷം ഒക്കെ ആവും ചിലപ്പോൾ. തീർച്ചയായും അപ്പം അനാവശ്യമായിട്ടുള്ള നമ്മുടെ 2 പേരാണോ 4 പേരാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ വലിയ EMI ടെൻഷനൊന്നും ഇല്ലാതെ തീർച്ചയായും പോവാം എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ട എന്നാൽ മലയാളി അധികം സ്പെൻഡ് ചെയ്യാത്തൊരു ഏരിയ ഏതാണ് സാറിന് വീട് പണിയുടെ സമയത്ത്? വീട് പണിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫൗണ്ടേഷനിൽ നമ്മൾ ഓരോ സോയിലിനനുസരിച്ചിട്ടാണ് ആ ഒരു പ്രദേശത്തെ സോയിലിനനുസരിച്ചിട്ടാണ് ഫൗണ്ടേഷൻ ചെയ്യേണ്ടത്. പലരും ഫൗണ്ടേഷനിൽ കാര്യങ്ങൾ കൂടുതൽ ഫണ്ട് ഇറക്കില്ല. ഇറക്കില്ല. കാരണം വീടിൻ്റെ മൊത്തം സ്ട്രെങ്ത് വരുന്ന ലോഡ് വരുന്നത് ഫൗണ്ടേഷനിലാണ്. ആ, അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റ്. സോയിൽ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് അവിടുത്തെ ഏതാണ് ഫൗണ്ടേഷൻ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഫണ്ട് കണ്ടെത്തണം. അത് ശ്രദ്ധിക്കേണ്ടതാണ്.